വീണ്ടും പശ്ചിമേഷ്യ യുദ്ധഭൂമിയാകുമോ എന്ന ആശങ്ക ഇപ്പോൾ വർദ്ധിക്കുകയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും എങ്ങും എത്താത്തതിനെ പാതി വഴിയിൽ വെച്ച് പൊളിയുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അത് തകർച്ചയുടെ വക്കിലാണ്. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങളും ഇസ്രായേൽ ലെബനൻ ആക്രമണവും സംഘർഷം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ എണ്ണ വിതരണം അത് നിയന്ത്രിച്ചത് ആഗോള എണ്ണ വിപണിയെ പ്രതിസന്ധിയിലാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ചർച്ചകളുടെ ഭാവിയും ഇതോടുകൂടി തന്നെ അനിശ്ചിതത്വത്തിലാകുന്നു എന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിൽ നേരത്തെ തന്നെ ഒപ്പിട്ട വെടിനിർത്തൽ കരാർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വർദ്ധിച്ചത് ആഗോള എണ്ണ വിപണിയെയും സമ്മർദ്ദത്തിലാക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വാഗ്ദാനങ്ങൾ ലംഘിച്ചുവെന്ന് അമേരിക്ക ആരോപിച്ചതും ഇസ്രായേൽ ലെബനനെ ആക്രമിച്ചുകൊണ്ട് വെടിനിർത്തൽ ധാരണയുടെ ലംഘനമെന്ന് ഇറാൻ കുറ്റപ്പെടുത്തിയതുമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആ ഒരു പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഉപരോധം ചർച്ചകൾക്ക് മുൻപും പൂർണ്ണമായും ഒഴിവാക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ. ലെബനനിലേക്ക് ഇസ്രായേൽ തുടർച്ചയായി തന്നെ ആക്രമണം നടത്തുന്നതിൽ കടുത്ത വിമർശനവും ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. കരാറിന്റെ ഭാഗമായുള്ള നിബന്ധനകൾ ലംഘിക്കപ്പെടുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇറാൻ ആകട്ടെ എണ്ണ വിതരണത്തിൽ അത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി തന്നെയാണ് നിലവിലെ ഈ ഒരു പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി പറയുന്നത്. അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉപരോധങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കാരണം എണ്ണ കയറ്റുമതിയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഇത് വരാനിരിക്കുന്ന ഉന്നതതല ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്ന് നയതന്ത്ര വിദഗ്ധരടക്കം വിലയിരുത്തുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ പാളുന്നത് മേഖലയിൽ വീണ്ടും സംഘർഷാവസ്ഥ വർദ്ധിപ്പിക്കുകയാണ്. ആഗോള എണ്ണ വിപണിയിൽ ഇറാൻ പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ തന്നെ വിതരണ മേഖലയിലെ കുറവ് അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ ചില കാരണങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. വിതരണ ശൃംഖലയിൽ ഉണ്ടായ തടസ്സങ്ങൾ പരിഹരിക്കാൻ യുഎസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ തന്നെ പിന്നോട്ടില്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ എന്നതാണ് ലോകമടക്കം ഉറ്റുനോക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.